ശാന്തി. ജീവിതത്തിൽ എപ്പോഴും നമുക്ക് കൂട്ടായി നിൽക്കുന്നതായിരിക്കുന്ന ഒരു ശക്തിയാണ് പ്രാർത്ഥനയുടെ ശക്തി. എല്ലാം ഉള്ളവർക്കും ചില നിമിഷങ്ങളിൽ ഒന്നുമില്ല എന്ന് നമുക്ക് തോന്നിപ്പോകുന്ന സമയങ്ങളിൽ, ഇതെന്നെക്കൊണ്ടൊന്നും സാധ്യമല്ല എന്ന് നമുക്ക് തോന്നുന്ന സമയങ്ങളിൽ നമുക്ക് നമ്മുടെ ഹൃദയത്തെ തുറന്ന് ഭഗവാന്റെ മുന്നിൽ സമർപ്പിക്കാൻ സാധിച്ചാൽ അതിൻ്റെ പേരാണ് പ്രാർത്ഥനയുടെ ശക്തി എന്ന് പറയുന്നത്. അത് നമുക്ക് തരുന്ന സപ്പോർട്ട് ലോകത്തൊരു ശക്തിക്കും തരാൻ സാധിക്കാത്ത അത്ര വലിയ സപ്പോർട്ടായിരിക്കും. ഇന്ന് അതിൻ്റെ ഉദാഹരണമായിട്ട് ഒരു കൊച്ചു കഥ ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒരു ഗ്രാമത്തിലെ ഒരു വീട്ടിൽ പണിയെടുത്ത് കൊണ്ടുവരുന്നതായിട്ടുള്ള അച്ഛന് സുഖമില്ലാതായിപ്പോയി. അദ്ദേഹം തൻ്റെ കഴിവിൻ്റെ പരമാവധി പരിശ്രമിച്ചു, മരുന്ന് കഴിച്ചു നോക്കി, തൻ്റെ ചികിത്സ നടത്താൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ഭാര്യയും അദ്ദേഹം എല്ലാം നോക്കി. ദിവസം കഴിയും തോറും ആരോഗ്യം അങ്ങ് താഴെ വന്നതല്ലാതെ അദ്ദേഹത്തിനൊരു ദിവസം പണിക്ക് പോയിട്ട് എന്തെങ്കിലും കൊണ്ടുവരാൻ പോലും പറ്റാത്തൊരവസ്ഥയായി. അദ്ദേഹത്തിനാണെങ്കിൽ 7 മക്കളാണ്. ആരും വലുതായിട്ടില്ല. 2 വയസ്സിന് വ്യത്യാസത്തിൽ. മൂത്ത കുട്ടിക്ക് 18 വയസ്സാവുന്നേ ഉള്ളൂ. ആ കുട്ടിയും പഠിക്കുകയായിരുന്നു, ഒന്നും പോയി തുടങ്ങിയിട്ടില്ല. അങ്ങനെ ജീവിതത്തിൽ എനിക്ക് കഞ്ഞി കുടിക്കാൻ പോലും വകയില്ല, പട്ടിണി ആ വീട്ടിലായ സമയത്ത് ആ അമ്മ സങ്കടത്തോട് കൂടിയിട്ട് ആരോടെങ്കിലും എന്തെങ്കിലും ചോദിക്കട്ടെ എന്നൊരു മോഹത്തോട് കൂടിയിട്ട് വരികയാണ്. അദ്ദേഹം ജോലിക്ക് പോയിട്ട് സമ്പാദിച്ചു കൊണ്ടുവരുന്ന സമയത്ത് സ്ഥിരമായി സാധനങ്ങൾ വാങ്ങുന്നൊരു കടയുണ്ടായിരുന്നു അവർക്ക്. ആ കടയിൽ പോയിട്ട് ആ കടക്കാരനോട് പറയുകയാണ്, നിനക്കറിയാലോ ഞങ്ങൾ ഇവിടെ നിന്നാണ് പൈസ തന്നെല്ലാം വാങ്ങുന്നുണ്ടായിരുന്നത്, പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിന് തീരെ വയ്യാതായിപ്പോയി, ദിവസങ്ങളോളായി പണിക്ക് പോയിട്ട് വീട്ടിൽ പട്ടിണിയായി പോയിരിക്കുകയാണ്. അതുകൊണ്ട് കുറച്ച് ദിവസത്തേക്ക് എനിക്ക് ചിലവ് കഴിയാനുള്ളതായിട്ടുള്ള സാധനങ്ങൾ നീ തരണം. ഞാൻ എപ്പോഴെങ്കിലും പണിയെടുത്തുകൊണ്ട് തീർച്ചയായിട്ടും വീട്ടുന്നതായിരിക്കും. ഇന്ന ദിവസം എന്നെനിക്ക് പറയാനാവില്ല, എന്നാലും എന്നെ സഹായിക്കണം എന്ന് പറയുകയാണ്. സ്ഥിരമായിട്ട് ആ ഷോപ്പിൽ നിന്ന് സാധനം വാങ്ങിയിരുന്നവരായിരുന്നു അവർ. എന്നിട്ടുകൂടി യാതൊരു മനസ്സലിവും ഇല്ലാതെ അയാൾ പറയുകയാണ്, ഇങ്ങനെയൊക്കെ തരാൻ എപ്പോഴെങ്കിലും തരാം എന്ന് പറഞ്ഞുകൊണ്ട് സാധനം തരാൻ വേണ്ടിയിട്ട് എൻ്റെ കടയിൽ അങ്ങനെയുള്ളവർക്ക് വേണ്ടി മാത്രം വെച്ച കടയല്ലല്ലോ ഇത്, പിന്നെ ഞാൻ എൻ്റെ കുടുംബത്തിന് എങ്ങനെയാണ് നോക്കുക, വേറെ എവിടെയെങ്കിലും പോയി നോക്കുക ചേച്ചിയെന്ന് പറയുകയാണ്. അപ്പോൾ ആ സ്ത്രീയുടെ കണ്ണുകൾ ഇങ്ങനെ നിറഞ്ഞ് ഇറ്റുന്ന അവസ്ഥയായി. ഇനി എവിടെ പോയി ചോദിക്കും നിൽക്കുക. അപ്പോൾ ഇതൊക്കെ കേട്ടുകൊണ്ട് ആ കടയിൽ സാധനം വാങ്ങാൻ വേണ്ടി വന്ന് ഒരാൾ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അയാൾ പറയും, നിങ്ങളൊരു കാര്യം ചെയ്യേ, ഇവർക്ക് എത്ര സാധനം വേണ്ടതെന്നുണ്ടെങ്കിൽ അവർക്ക് കൊടുത്തേക്ക്, ഇന്ന് തന്നെ ഞാൻ ആ പൈസ നിനക്ക് പേ ചെയ്യുന്നുണ്ട്, എനിക്ക് ചേച്ചി നിങ്ങൾക്ക് പറ്റിങ്ങ തന്നാൽ മതി, തന്നില്ലെങ്കിലും വിഷമമില്ല എന്ന് പറയുകയാണ്. അപ്പോൾ ഈ കടക്കാരൻ അത് തീരെ ഇഷ്ടപ്പെട്ടില്ല. അയാൾക്കൊന്ന് മോശക്കാരനായതുപോലെ തോന്നിപ്പോയി. അപ്പോൾ അയാൾ പറയുകയാണ്, നിങ്ങൾക്ക് വേണ്ട സാധനങ്ങളുടെ ലിസ്റ്റൊക്കെ നിങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടോ? അപ്പോൾ ആ സ്ത്രീ പറയാം, ആ ലിസ്റ്റ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. എന്നാൽ ഒരു കാര്യം ചെയ്തേക്ക്, ആ ലിസ്റ്റ് അങ്ങ് ഒരു ത്രാസിൻ്റെ ഒരു സൈഡിൽ വെച്ചോ, ആ ലിസ്റ്റിൻ്റെ വെയിറ്റ് എത്രയുണ്ടെങ്കിൽ അത്ര സാധനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചേക്കാം എന്ന് ആ സ്ത്രീനെ പുച്ഛിച്ചുകൊണ്ട് പറയുകയാണ്. അപ്പോൾ ആ സ്ത്രീ ഒരു നിമിഷം ഒന്ന് ഉള്ളൊരുകിപ്പോയി. ബാഗിൽ നിന്നൊരു കഷ്ണം പേപ്പർ എടുത്തൊരു പെന്നെടുത്തു. എന്നിട്ട് അതിലെന്തോ ഒന്ന് എഴുതി. അയാൾ വിചാരിച്ചു ആ സാധനങ്ങളെ ലിസ്റ്റ് എഴുതുകയാണ് എന്ന്. എന്നിട്ട് ആ പേപ്പറിനെ ആ ത്രാസിൻ്റെ ഒരു സൈഡിൽ വെച്ചു. അയാളിങ്ങനെ പരിഹാസത്തോട് കൂടിയിട്ട് ആ സ്ത്രീ ആ പേപ്പർ കൊണ്ടുപോയിട്ട് ആ ത്രാസിൽ വെക്കുന്ന നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ആ ത്രാസിൽ വെച്ച് കഴിഞ്ഞതോട് കൂടി ആ ത്രാസിൻ്റെ തട്ട് അങ്ങ് താഴേക്ക് പോയി. ഇയാൾക്കാകെ അത്ഭുതമായിപ്പോയി, ഒരു പേപ്പറിൻ്റെ വെയിറ്റ് കൊണ്ട് ഇതിങ്ങനെ താഴത്തേക്ക് പോകുന്നു. അയാൾ ഒട്ടും വിഷമിച്ചില്ല. 1 കിലോ ഗോതമ്പ് പൊടിയെടുത്ത് അതിൻ്റെ മേലെ വെച്ചു, മറ്റേ സൈഡിൽ വെച്ചു. താഴുന്നില്ല. ഓരോരോ സാധനം, അയാൾ എന്തൊക്കെ സാധനം വെച്ചിരുന്നോ, എത്ര സാധനം വെച്ചിട്ടും ആ തട്ട് നിറയുന്ന പൊങ്ങുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല. അയാൾ ആകെ വിവശനായി വിയർത്തുപോയി. അയാൾ പോയിട്ട് ആ പേപ്പർ എടുത്ത് നോക്കുകയാണെങ്കിൽ എന്താ എഴുതിയിരിക്കുന്നത്, സാധനങ്ങൾ എന്താണെന്ന് നോക്കുമ്പോൾ, ഈശ്വര, ഇനി നിൻ്റെ കയ്യിൽ ഞാൻ സമർപ്പിക്കുകയാണ്, എനിക്ക് വേണ്ടതെന്തെന്ന് നീ തന്നേക്കൂ എന്നാണ് ആ പേപ്പറിൽ എഴുതി വച്ചിരിക്കുന്നത്. അല്ലാതെ ആ പേപ്പറിൽ ഒരു സാധനത്തിൻ്റെ പേര് പോലും എഴുതിയിട്ടില്ല. അപ്പോൾ ഈശ്വരൻ്റെ മുന്നിൽ സമർപ്പിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഈശ്വരനാണ് ആ സ്ത്രീക്ക് കൊടുക്കുന്നതെങ്കിൽ ആ ഷോപ്പിലെ മുഴുവൻ സാധനം വേണമെങ്കിലും ഭഗവാൻ കൊടുക്കും എന്ന് ഈശ്വരനെ വെല്ലുവിളിച്ച ഒരാളുടെ, അഥവാ നന്മയെ വെല്ലുവിളിച്ച ഒരാൾക്ക് ശരിക്കും ഒരു പാഠമായിപ്പോയി ആ സമയത്ത്. അയാൾ ആകെ വിയർത്ത് കുളിച്ച് ആ സ്ത്രീയോട് ക്ഷമ ചോദിക്കുകയാണ്, ചേച്ചി എന്നോട് ക്ഷമിക്കണം, ഞാൻ ഇങ്ങനെയൊന്നും വിചാരിച്ചില്ല, എനിക്ക് എന്താ ആ സമയത്ത് സംഭവിച്ചതെന്ന് അറിയില്ല എന്നൊക്കെ പറയും. എന്നിട്ട് എന്തൊക്കെയാണ് വേണ്ടേ അതൊക്കെ ആ ലിസ്റ്റ് തന്നേക്കും എൻ്റെ കയ്യിൽ, ഞാൻ തരാമെന്ന് പറയുകയാണ്. അങ്ങനെ സാധനമൊക്കെ എടുത്ത് കൊടുത്തു. അപ്പോൾ ഈ പൈസ കൊടുക്കാമെന്ന് പറഞ്ഞ ആൾ വന്നിട്ട് പറയുകയാണ്, എത്ര പൈസയായി നോക്ക്, ഞാൻ തരാം ആ പൈസ എന്ന് പറയും, എനിക്ക് ഇവർക്ക് കൊടുക്കുന്നതിൽ അത്രയും സന്തോഷമുള്ളൂ എന്ന്. അപ്പോൾ ഈ കടക്കാരൻ പറയും,
എന്നോട് ക്ഷമിക്കണം, ഞാൻ ഇവരോട് അപമര്യാദയായിട്ട് പെരുമാറിപ്പോയി, അതുകൊണ്ട് എനിക്ക് മനസ്സിലായിപ്പോയി ഇവരുടെ പ്രാർത്ഥനയുടെ ശക്തി എന്തെന്ന്, അതുകൊണ്ട് ഇവർക്ക് എന്ത് സാധനം വേണോ ഞാൻ എൻ്റെ വകയായിട്ട് ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ്, നിങ്ങൾ ഒരിക്കലും എനിക്ക് പൈസ തരണ്ട എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. ആ സ്ത്രീ ആ സാധനങ്ങൾ വാങ്ങുമ്പോൾ ആ കണ്ണിങ്ങനെ നിറഞ്ഞൊഴുകിക്കൊണ്ടേയിരിക്കുക. ആ സ്ത്രീക്ക് കാണുന്നില്ല തൻ്റെ കയ്യിൽ കവർ പിടിക്കാൻ വേണ്ടി. ആ രീതിയിൽ സാധനമായിട്ട് വീട്ടിലേക്ക് പോവുകയാണ്. ജീവിതത്തിൽ വഴിമുട്ടി നിൽക്കുന്ന സമയത്ത് ഒരു സമ്പൂർണ്ണ സമർപ്പണം നിങ്ങൾക്ക് ഭഗവാന്റെ മുന്നിൽ ചെയ്യാൻ സാധിക്കുമെങ്കിൽ പലപ്പോഴും അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കും. അതുകൊണ്ട് ആരുടെയും ഒരു കഷ്ടപ്പാട് നിറഞ്ഞ അവസ്ഥയെ പരിഹസിക്കാൻ നമ്മൾ നിൽക്കരുത്. ആരുടെയും പ്രാർത്ഥനയുടെയും സമർപ്പണത്തിനെയും വില കുറച്ച് നമ്മൾ കാണരുത്. നിങ്ങൾ ഭഗവാന്റെ മുന്നിൽ സമർപ്പിച്ചു നോക്ക്. ഈ ഭൂമിയിൽ മറ്റൊരു കൈയും എന്നെ സഹായിക്കാനില്ല എന്നുള്ള അവസ്ഥയിൽ ഈശ്വരൻ നിങ്ങളെ കൈകളിൽ കൊണ്ടു നടക്കുന്നതായിരിക്കും. അതനുഭവിക്കാൻ സത്യമായിരിക്കുന്ന വിശ്വാസത്തോടു കൂടി നിങ്ങൾ നിരന്തരമായിട്ടുള്ള പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകൂ. ജീവിതത്തിലെ എല്ലാ കഷ്ടവും നമുക്ക് മറികടക്കാൻ സാധിക്കുന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കഷ്ടങ്ങളും മാറ്റാൻ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി. ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.